വ്ലോഗർ തൊപ്പിക്കെതിരെ വീണ്ടും കേസ്. വടകര പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. 5 മണിക്കൂറോളം കസ്റ്റഡിയിൽ വച്ച ശേഷമാണ് തൊപ്പിയും 2 സുഹൃത്തുക്കളെയും വടകര പോലീസ് വിട്ടയച്ചത്. സ്വകാര്യ ബസ് ജീവനക്കാരുമായുള്ള വാക്കേറ്റത്തിനിടെയാണ് സംഭവം. കാറിൽ പോകുകയായിരുന്നു തൊപ്പി എന്ന മുഹമ്മദ് നിഹാലും സുഹൃത്തുക്കളും. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസ്സുമായി ഉരസിയിരുന്നു. തുടർന്ന് ഇവർ ബസ്സിനെ പിന്തുടർന്ന് വടകര ബസ് സ്റ്റാൻഡിലെത്തി. പിന്നീട് അവിടുത്തെ ജീവനക്കാരുമായി വാക്കേറ്റമുണ്ടായി. ഇതിനിടെയാണ് തൊപ്പി ജീവനക്കാർക്ക് നേരെ തോക്കു ചൂണ്ടുന്നത്. പിന്നീട് കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ ജീവനക്കാരാണ് ഇവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റളാണ് ഇയാൾ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടിയത്. ബസ് ജീവനക്കാരുടെ പരാതി ലഭിച്ചാൽ ഇവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ പരാതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇവരെ വിട്ടയച്ചത്. സ്ഥിരം വിവാദ നായകനായ തൊപ്പി ഇതിനു മുമ്പ് മലപ്പുറം വളാഞ്ചേരി കട ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അന്ന് വേദിയിൽ അശ്ലീല പദപ്രയോഗം നടത്തിയതിനാണ് തൊപ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് ദേശീയപാതയിൽ മണിക്കൂറോളമാണ് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. പോലീസ് തൊപ്പിയുടെ മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്തു കയറി അറസ്റ്റ് ചെയ്യുന്നത്. ഫ്ളാറ്റിലെത്തിയ പോലീസ് വാതിൽ തുറക്കാൻ പറഞ്ഞെങ്കിലും തൊപ്പി അതിന് തയ്യാറായിരുന്നില്ല. തുടർന്നാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറി കസ്റ്റഡിയിലെടുക്കുന്നത്. കൂടാതെ ഇതിനു മുമ്പ് തൊപ്പിയുടെ വീട്ടിൽ നിന്ന് പാലാരിവട്ടം പോലീസ് MDMA പിടികൂടിയിരുന്നു.